ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള പീലീസ് വില്ലേജ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസിൻ്റെയും ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പീലീസ് വില്ലേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്കിതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദ 5th പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. എന്താണ് അവിടെ നമ്മുടെ ഒരുപാട് പീലിയുടെ ഒരുപാട് ഫ്രണ്ട്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അതുപോലെ നിങ്ങളാണ് ആ പീലിയുടെ ഗ്രൂപ്പിലെ 5ാമത്തെ ആൾ എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ മൈ നെയിം ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പേരെഴുതുക. അതിനുശേഷം ഐ ലീവ് ഇൻ എ ഹൗസ്, ഞാനൊരു വീട്ടിലാണ് താമസിക്കുന്നത്. മൈ ഫാദർ ഈസ് എൻ എൻജിനീയർ, എൻ്റെ ഫാദർ ഒരു എൻജിനീയർ ആണ്. മൈ മദർ ഈസ് എ ടീച്ചർ, എൻ്റെ മദർ ടീച്ചറാണ്. ഐ ഹാവ് വൺ സിസ്റ്റർ, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അതും കൂടെ എഴുതാം. അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കാം. ആർൻഡ് യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം, നിങ്ങളും അവരുടെ കൂടെ യാത്ര ചെയ്യാൻ റെഡിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പീലിയുടെ ഫ്രണ്ട്സൊക്കെ പീലിയുടെ വില്ലേജിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ. ഡോണ്ട് യു ഹാവ് സം കൺസേൺസ്, നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില കൺസേൺസ്, ചില താല്പര്യങ്ങളും ഇൻട്രസ്റ്റൊക്കെ. ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ, അവിടെ നിങ്ങളുടെ ആ ഒരു തോട്ട്സ് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? മൈ ഡാഡ് ആൻഡ് മോം ഇമ്മീഡിയറ്റ്ലി എഗ്രീഡ് ടു ലെറ്റ് മീ ഗോ ടു പീലീസ് വില്ലേജ്, എൻ്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ എന്നെ പീലിയുടെ വില്ലേജിലേക്ക് പോകാനുള്ള പെർമിഷനൊക്കെ തരും, അവർ എഗ്രി ചെയ്യും. ബട്ട് ഐ ആം സാഡ് ടു സേ എവേ ഫ്രം മൈ ഫാമിലി, പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലിയെ വിട്ടു പോകാൻ വളരെയധികം വിഷമമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു തോട്ടാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്. ഇവിടെ മുകളിൽ ഓരോരുത്തരും ട്രിപ്പിന് പോകുമ്പോൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ട്രിപ്പിന് പോകുമ്പോൾ എടുക്കുന്നത്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്, നിങ്ങൾ എന്താണ് അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം. എന്താണ് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ബിലോങ്ങിങ്സ്, സാധനങ്ങളൊക്കെ അവിടെ ഒന്ന് വരച്ച് ചേർക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ തോട്ടും ഒന്ന് എഴുതി ചേർക്കണം. ഓക്കെ, അപ്പോൾ എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക? ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക അല്ലേ. അപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. വാട്ട് വ്യൂസ് വിൽ ദർ ബി, അവിടെ എന്തൊക്കെയായിരിക്കും കാണാനുണ്ടാവുക എന്നാവും ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ചിത്രവും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരച്ച് ചേർക്കുകയും വേണം. നെക്സ്റ്റ് ആക്ടിവിറ്റി, വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്. എന്താണ് പീലീസ് വില്ലേജിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും? ദർ വിൽ ബി നോ ഫെസിലിറ്റി അല്ലേ, ഒരു ഫെസിലിറ്റിയും അവിടെ ഉണ്ടായിരിക്കില്ല. ദർ വിൽ ബി നോ ബ്യൂട്ടി ടു ലുക്ക് അറ്റ്, ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, എനിക്കിഷ്ടമാവില്ല. ഇതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ എക്സ്പെക്റ്റേഷൻ അല്ലേ. അല്ലെങ്കിൽ ദർ വിൽ ബി നോ ഇലക്ട്രിസിറ്റി, ദർ വിൽ ബി നോ വൈഫൈ ഓർ ഇൻ്റർനെറ്റ് അല്ലേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഷാൾ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ, നമുക്ക് പീലിയുടെ ഫാദറുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്താം. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ദാറ്റ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് നിങ്ങൾ ഉണ്ടാക്കണം. ടീച്ചർ വിൽ ഓൾസോ ഹെൽപ്പ്, ടീച്ചർ നിങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം പീലിയുടെ ഫാദറിൻ്റെ അടുത്ത്? കാൻ യു നെറേറ്റ് ഫേമസ് പ്ലേസസ് ഇൻ ദ വില്ലേജ്, ഈ വില്ലേജിലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ? ഹൗ യു കുക്ക് സച്ച് എ ഡിലീഷ്യസ് ഫിഷ് കറി, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നല്ല രുചികരമായ ഫിഷ് കറി ഉണ്ടാക്കിയത്? വാട്ട് ആർ ദ മേജർ ഈൽഡ്സ് ഇൻ ദ വില്ലേജ്, ഈ വില്ലേജിലെ ഏറ്റവും വിളവ് ഉള്ള സാധനം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഹൗ യു മെയിൻറ്റെയിൻ ദീസ് ഓൾ ക്രോപ്സ് വെൽ, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വിളകൾ, ഇത്രയും സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ചോദിക്കാം അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. വൈ വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പു സെയ്ഡ് ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി, എന്തുകൊണ്ടാണ് വിക്കിയും അപ്പുവും ഒരേ സെയിം സിറ്റിയെ കുറിച്ചിട്ട് തന്നെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദെയർ പ്രിഫറൻസസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസ് ആർ ഡിഫറെൻറ്റ്. വിക്കി മൈ പ്രിഫർ ദ സിറ്റി ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് മോർ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ലൈക്ക് ഗുഡ് നെറ്റ്വർക്ക് കവറേജ്, വൈഫൈ കണക്ടിവിറ്റി ആൻഡ് ആക്സസ് ടു വേരിയസ് ഗെയിം. എന്താണ് വിക്കിയുടെ ഇതെന്ന് പറയുന്നത്? കുറേ എൻ്റർടൈൻമെൻ്റ് ആണ്.
അഥവാ നല്ല നെറ്റ്വർക്ക് കിട്ടുക, വൈഫൈ കണക്ഷൻസ്, നല്ല വേരിയസ് ആയിട്ടുള്ള ഗെയിംസ് കിട്ടുക, ഇതൊക്കെയാണ് വിക്കിയുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത്. Appu might find the countryside more interesting because it offers unique experience and break from the noise and fast pace of the city. പക്ഷേ അപ്പുവിന് എന്ന് പറയുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അതാണ് അപ്പു കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ വിക്കിയുടെ പോലെ നല്ല നെറ്റ്വർക്കോ അല്ലെങ്കിൽ നല്ല ഗെയിംസോ ഒന്നുമല്ല. അതുകൊണ്ടാണ് രണ്ടുപേരുടെയും അഭിപ്രായം ഒരേ സിറ്റിയെക്കുറിച്ച് രണ്ടുപേരുടെയും ഡിഫറൻസ് ഒപ്പീനിയൻ ആയി മാറിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. These children have corrected their pre-convenienced notions. Haven't they? എന്താണ് ആദ്യം ഇവരെന്താണോ വിചാരിച്ചിരുന്നത് അതൊക്കെ അവർ ചേഞ്ച് ചെയ്തു. യു ഹാവ് ട്രാവൽഡ് ത്രൂ പീലീസ് വില്ലേജ്. നമ്മളും അവരുടെ കൂടെ പീലീസ് വില്ലേജിലൂടെ യാത്ര ചെയ്തിരുന്നു. വാട്ട് ആർ ദ ന്യൂ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെയിൻഡ് ഡ്യൂറിങ് ദിസ് ജേണി? എന്ത് പുതിയ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടിയത്, ഈ ജേണിയിലൂടെ കിട്ടിയത്? ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? വില്ലേജ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സിറ്റി. സിറ്റിനേക്കാൾ ഭംഗിയുള്ളത് വില്ലേജാണ്. ദ വില്ലേജ് ഈസ് ബ്ലെസ്ഡ് വിത്ത് ക്ലീൻ വാട്ടർ, ക്ലീൻ എയർ ആൻഡ് ക്ലീൻ സറൗണ്ടിങ്സ്. വില്ലേജ് എന്ന് പറയുന്നത് നല്ല വെള്ളം കൊണ്ടും നല്ല എയർ കൊണ്ടും നല്ല സറൗണ്ടിങ്സ് കൊണ്ടും ഒക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ ക്യാൻ ലീവ് ഹാപ്പിലി ഈവൻ വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ. ഇൻ്റർനെറ്റും മൊബൈലും ഇല്ലാതെയും എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നും എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് റിട്ടേൺ നോട്ട്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.